ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറച്ച് നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം ഞാനത് ഒരു ബ്രേക്ക് കൊടുത്താണ്. അപ്പം നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നിലേക്ക് നമുക്ക് എങ്ങനെയാണ് സൂട്ടാവുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷമാണ് അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, അതിൻ്റെ റിസൾട്ടുമായിട്ട് തന്നെയാണ്. അപ്പം ഞാൻ അതിനായിട്ട് എൻ്റെ ഫേസിന് തന്നെ ഞാൻ കുറച്ച് ബ്രേക്ക് കൊടുത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഞാനിപ്പോൾ ഒരു 2 വീക്സായിട്ട് ഞാനൊന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു. എന്ന് വെച്ചാൽ മോയ്സ്ചറൈസറും സൺസ്ക്രീമും മസ്റ്റാണ്, അല്ലാണ്ട് തന്നെ ഒരു ഫെയർനെസ് ക്രീമോ നൈറ്റ് ക്രീമോ അങ്ങനത്തെ ക്രീമൊന്നും യൂസ് ചെയ്യാണ്ട് ഫേസ് മാറ്റം വരുത്തി. അപ്പോൾ മാറ്റം വരുത്തിയിട്ടാണ് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു പീരീഡ്സ് ടൈമിൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന കുരുക്കളും പിഗ്മെൻറ്റേഷനൊക്കെ ഇല്ലേ, അതൊക്കെ ആയിട്ട് ഈ ഫേസിൽ വന്നിരിക്കണം. അപ്പം സ്കിൻ ഒരു ചെറിയൊരു രീതിയിൽ ഡൾനെസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനൊരു സ്കിൻ കെയറിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റായിട്ട് മേടിച്ചു. മോയ്സ്ചറൈസറായിട്ടോ മേടിച്ചത്, പുതിയതായിട്ട് മേടിച്ചത്. അപ്പോൾ നിങ്ങളോട് അത് പറയണമല്ലോ. അപ്പം ഈ മോയ്സ്ചറൈസർ മേടിക്കാനായിട്ട് എന്താ പറഞ്ഞാൽ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് എല്ലാം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ വീഡിയോ എത്തിച്ചിട്ട് കാര്യമില്ല. പല പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വേണമല്ലോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സ്കിന്നിന് വളരെയധികം സ്യൂട്ടായ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ വെനൂസിയയുടെ മോയ്സ്ചറൈസറായിട്ട് എനിക്കതാണ് ഭയങ്കര ഒരു കംഫർട്ടായിട്ട് തോന്നിയത്. പക്ഷേ ഞാൻ അത് രണ്ടെണ്ണം യൂസ് ചെയ്തിട്ട് പിന്നെ അടുത്ത പ്രൊഡക്റ്റിലേക്ക് മാറാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ കുറേ നാൾക്ക് ശേഷം വെനൂസിയയുടെ മേടിക്കാതെ ഒരു മോയ്സ്ചറൈസർ മേടിച്ച് എന്നിട്ട് അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഒന്നിച്ച് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ മേടിച്ച് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനായിട്ട് മുന്നോടിയായിട്ട് ഞാൻ സ്കിന്നിന് ഒരു ബ്രേക്ക് വരുത്തി, ഒന്നും യൂസ് ചെയ്യാണ്ട് ഫേസിൽ അങ്ങനെ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യണം. സൺസ്ക്രീൻ മാത്രം ഉപയോഗിച്ച് പൗഡർ ഇട്ട് ഞാൻ സ്കിന്നങ്ങനെ 2 വീക്സ് കൊണ്ടേ നടക്കും. അങ്ങനെ 2 വീക്സ് കൊണ്ടേ നടക്കണേയാണ്. എന്നിട്ട് ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇൻസ്പിറേഷൻ നമുക്ക് അസ്വി മലയാളം യൂട്യൂബ് ചാനലിൻ്റെ യൂട്യൂബറുടെ ഒരു മേക്കപ്പ് വീഡിയോ അത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു പ്രൊഡക്റ്റാണ് അത്. ഇതാണ്, നിങ്ങൾക്ക് കാണണ്ടോ എന്ന് എനിക്ക് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ നിയാസിനമൈഡ് ക്ലിയർ മോയ്സ്ചറൈസർ ജെൽ ക്രീമാട്ടോ ഞാൻ മേടിച്ചത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. പ്ലമ്മിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 525 അപ്പം ഞാനൊരു 427 അങ്ങനെ ഓഫറിൽ മേടിച്ചതാട്ടോ. ഇത് ഓഫറിലാണ് ഞാൻ കൂടുതലും ഫ്ലിപ്കാർട്ടും ആമസോൺ പർപ്പിൾ അങ്ങനെ ആ ഒരു ഇതിലാണ് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഓരോ സാധനങ്ങൾ മേടിക്കണത്. അപ്പം ഞാനതാണ് ഇത്തിരി ബ്രേക്ക് വരുത്തിയത് സ്കിൻ കെയറിൻ്റെ വീഡിയോ. പിന്നെ കുറച്ച് തിരക്കുമായി. അങ്ങനെ സ്കിന്നിൽ ഞാൻ ബ്രേക്ക് വരുത്തിയിട്ട് ഞാൻ ഒരു റീഫ്രഷ് ചെയ്തിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മേടിച്ചു. അപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ ഇത് വന്നിട്ട്. അപ്പോൾ ഇതാണ് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ പ്ലസ് നിയാസിനമൈഡ് 2% ആട്ടോ, ക്ലിയർ ജെൽ മോയ്സ്ചറൈസർ ജെല്ലാട്ടോ. അപ്പം ഈ കളർ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു മറ്റേ ബ്ലൂ കളർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ആകാശത്തിൻ്റെ എന്നുള്ളത് കടലിൻ്റെയൊക്കെ ഏകദേശം ആ ബ്ലൂ കളറാണ് ഇതിൻ്റെ ബോട്ടിൽ കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്, ഇതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ. ഇത് കാണും, റൈസ് വാട്ടറിൻ്റെ നമുക്ക് പ്യുവർ വൈറ്റ് ആട്ടോ, പ്യുവർ ഇതാണ് ജെൽ ക്രീമാണ്. അപ്പം ഇത് ഞാൻ 2 ദിവസം ഉപയോഗിച്ചു. വന്നു ഇത്രേ ഉള്ളൂ. നന്നായിട്ട് നമുക്ക് സ്കിന്നിലേക്ക് അബ്സോർവ് ആവേണ്ട ഇതുണ്ട്. ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ലിക്വിഡ്
നല്ലൊരു ടെക്സ്ചറാണ് വെച്ചാൽ നന്നായിട്ട് അബ്സോർവ് ഉണ്ട് സ്കിന്നിലേക്ക്. ഒരുപാട് ഇങ്ങനെ നമുക്കത് ഒരു എന്താണ് കട്ടിപ്പൊന്നും തോന്നുന്നില്ല. ക്രീമിന് നന്നായിട്ട് സ്കിന്നിലേക്ക് നന്നായിട്ട് ഫിനിഷായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് തേക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മളിതൊക്കെ പറയണത് ശരിക്കും ഈ കുറുകിയല്ല ലൈറ്റായിട്ട് ഇങ്ങനെ കുറുകി വന്ന രീതിയിലൊരു കഞ്ഞിവെള്ളമില്ലേ, ആ ഒരു ടെക്സ്ചറായിട്ട് ഇതിൻ്റെ. നല്ല സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല, നന്നായിട്ട് ഇതാവുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സ്കിന്നിലേക്ക് കുറച്ച് ടൈം എടുക്കുമെന്ന് ഇതാവാനായിട്ടും. അപ്പോൾ വെയിറ്റ് ചെയ്യാം എന്നിട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പം നല്ല റിസൾട്ടാണ് എല്ലാവരും പറഞ്ഞേക്കണം. അപ്പം ഞാനിത് മേടിച്ചു. അപ്പം ഞാനിതൊന്ന് 1 വീക്ക് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും പറയാം. അപ്പം എല്ലാവരും പറഞ്ഞ് ഇത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ മോയ്സ്ചറൈസറും സൺസ്ക്രീമും നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ, ഇപ്പം ഫൗണ്ടേഷൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും ഓരോ പ്രൊഡക്റ്റും യൂസ് ചെയ്യണ്ടേ, അത് യൂസ് ചെയ്യാനാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു അൺബോക്സിങ് വീഡിയോ എന്ന് പറയാൻ ചെറിയ രീതിയിൽ ഞാൻ മേടിച്ചതിൻ്റെ കാര്യങ്ങളാട്ടോ കാണിക്കണത്. അപ്പം ഇത് മേടിച്ച് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യണം. അതിന് ശേഷം സൺസ്ക്രീം ഇടാം, അതിന് ശേഷം പൗഡർ ഇടാം, അല്ലെങ്കിൽ കോൺട്രോഡോ അല്ലെങ്കിൽ ടാൽക്കം പൗഡർ എന്ത് വേണമെങ്കിലും ഇടാം. അതിൻ്റെ കൂടെ നിങ്ങൾ എന്തൊക്കെയാണോ ഫേസിൽ അപ്ലൈ ചെയ്യണം അതൊക്കെ അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ ഇത് മാത്രം അപ്ലൈ ചെയ്താണ് കാണിക്കണം. ഇനിയിപ്പോൾ എൻ്റെ ഫേസിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കഴിയാണ്ട് വെച്ചാൽ ഞാൻ കുറച്ച് നാളായിട്ട് എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചാണെന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ സ്കിന്ന് പഴയ രീതിയിലായിട്ട് ഞാൻ അതിനെ ഒന്ന് റിക്കവർ ആക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ്, നമ്മളൊരു പ്രൊഡക്റ്റ് പരീക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഫേസ് ഒന്നും ചെയ്യാണ്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടുമെങ്കിൽ ഫേസിലേക്ക് ഒന്നും ചെയ്യാണ്ട് തന്നെ വേണമല്ലോ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന്. അതിനായിട്ടാണ് ഞങ്ങൾക്ക് 1 വീക്ക് ഒരു ബ്രേക്ക് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തേക്കണം. പിന്നെ 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. അപ്പം ഇതൊന്ന് മേടിച്ച് നോക്കുക. എല്ലാവരും നല്ല റിസൾട്ടാട്ടോ പറയണത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റും യൂസ് ആകില്ല, എല്ലാവരും സ്കിന്നും ഒരുപോലെയല്ല. പക്ഷേ ഇതെല്ലാം ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് എഴുതിയേക്കണത്. കുഴപ്പമില്ല. നമുക്കധികം ഓയിലി ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട, ഓയിലി കൺട്രോൾഡ് ആണെന്നൊക്കെയാണ് ഇതിൽ എഴുതിയേക്കണം. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വിവരിക്കണില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ ഞാൻ ഇതിനെക്കുറിച്ച് വിവരിക്കാൻ. ഇപ്പോൾ ഞാൻ മേടിച്ചു യൂസ് ചെയ്ത് നോക്കി തുടങ്ങുന്നുള്ളൂ. 1 വീക്ക് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ടുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.